ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പുതിന ഇല ചിക്കൻ കറി ഉണ്ടാക്കാം. അതിനായി 1.5 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. സൈഡെല്ലാം വരഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ട മറ്റ് സാധനങ്ങൾ: ഒരു തക്കാളി, കുറച്ച് കാഷ്യൂ, കുറച്ച് മല്ലിയില, 4 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു കുടം വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് ചുമന്നുള്ളി, 1/2 കപ്പ് തൈര്, സ്പൈസസ് പട്ട, ഗ്രാമ്പു, ഏലക്ക എക്സെട്ര. പിന്നെ 3 ചെറിയ സവാള ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഓയില്, ഉപ്പ്, കുറച്ച് വെള്ളം, മസാലപ്പൊടികൾ, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ജീരകം. ഇത്രയാണ് ഈ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഈ വൃത്തിയാക്കിയ ചിക്കൻ നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. മിക്സിയുടെ ബൗളെടുത്ത് അതിലേക്ക് 1 കപ്പ് പുതിന ഇല, 1 പിടി മല്ലിയില, ഒരു 10-12 അണ്ടിപ്പരിപ്പ്, കാഷ്യൂ, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഒരു 3 പച്ചമുളക്. ബാക്കി നമുക്ക് വഴറ്റുമ്പോൾ ചേർക്കാം. 1/2 കപ്പ് തൈര്, കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകം. പിന്നെ ഇത് അരയാൻ ആവശ്യമുള്ള കുറച്ച് വെള്ളം. എല്ലാം നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കണം. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് മിക്സി നല്ലപോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. പുതിന ഇലയെല്ലാം പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. പാത്രം അടുപ്പിൽ വെച്ച് സ്റ്റൗ കത്തിക്കാം. പാത്രം ചൂടാകട്ടെ. പാത്രം ചൂടായിട്ടുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഇത് വെളിച്ചെണ്ണയിൽ വേണേലും ചെയ്യാം, പക്ഷെ ഞാൻ ഈ ഓയിലാണ് ഒഴിക്കുന്നത്. ഓയിലൊന്ന് ചൂടാകട്ടെ. അപ്പോൾ സ്പൈസസ് പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം എല്ലാം ചേർത്തൊന്ന് മൂപ്പിക്കാം. മൂക്കുമ്പോൾ 2 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് അതൊന്ന് വഴറ്റിക്കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റാം. എല്ലാം ഒരുവിധം വാടുമ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർക്കാം. അത് ഇതോടൊപ്പം ഒന്ന് മിക്സ് ചെയ്യും. വാടുമ്പോൾ മീഡിയം 3 സവാള ചെറുതായി അരിഞ്ഞത് ചേർക്കാം. അത് ചിലപ്പോൾ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമാക്കി നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അടപ്പം തുറക്കാം. ഉള്ളിയൊക്കെ ഒരുവിധം വഴഞ്ഞിട്ടുണ്ട്. ഈ സമയം നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും നമുക്ക് ഈ ഓയിലൊന്ന് മൂപ്പിച്ചെടുക്കാം.
മാറിയ ശേഷം എല്ലാം കൂടെ ഒന്ന് നമുക്ക് മീഡിയം തക്കാളി എല്ലാം കൂടെ ചേർക്കാം. ഇതോടൊപ്പം ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. ചിക്കൻ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി അടച്ചു വയ്ക്കാം. വെച്ച് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് വേവിക്കാം. ഇപ്പോൾ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന പുതിന മിക്സ് ചേർക്കാം. വേറെ വെള്ളം കൂടെ ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി ചിക്കനൊക്കെ പകുതി വേവായിട്ട് ഫ്ലെയിം നമുക്ക് കുറച്ച് വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പൊക്കെ കറക്റ്റാണ്. വീണ്ടും നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. കുറുകിയിട്ടുണ്ട്. പുതിന ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് അത് ഇളക്കിയ ശേഷം ഫ്ലെയിം ഓഫ്. ഇത് ഇരുന്ന് കുറേ വറ്റും. പുതിന ചിക്കൻ കറി റെഡി. എൻ്റെ വീഡിയോ ആദ്യം കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു. ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. പാത്രത്തിൻ്റെ അടപ്പം തുറക്കാം. പുതിന ചിക്കൻ കറി റെഡി. നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ചിക്കൻ കറി റെഡി.